ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا فواجب شفاعة المشفع محمد مقدما لا تمنعي وغيره من مرتضى الخيار يشفع كما قد جاء في الأخبار. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൗഹീദിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ശഫാഅത്ത് അഥവാ ശുപാർശ, അതിനെ സംബന്ധിച്ചാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്നത്തെ അവസരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് ശഫാഅത്ത്. മനുഷ്യർ എന്തു തന്നെ ചെയ്താലും ഈ ലോകത്ത് അവരെയെല്ലാം രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾ രംഗത്ത് വരാറുണ്ട്. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും, അതേപോലെ തന്നെ ഏത് കോടതിയിൽ പിടിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ പഴുതുകൾ എമ്പാടുമുള്ള ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമ്പൂർണമായ നീതിയുടെ ഒരു ലോകം, അതാണല്ലോ പരലോകം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടെ ചൂഷണം നടക്കുകയില്ല. എടുത്തട്ടുകാരുടെ ഏതെങ്കിലും പ്രലോഭനങ്ങൾക്ക് അവിടുത്തെ രാജാവ് വഴങ്ങുകയില്ല. പണത്തിനോ ജനസ്വാധീനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അതാണ് പാരത്രിക ലോകവും ഈ ലോകവും തമ്മിലുള്ള വളരെ പ്രകടമായ ഒരു വ്യത്യാസം. എന്നാൽ ഈ ശഫാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മഹാന്മാരായ ആളുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും എന്ന പേരിൽ അവരുടെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗദ്യ പദ്യ സമ്മിശ്രമായ കൃതികളിലൂടെ മഹാന്മാരായ ആളുകളോട് അവരുടെ മരണശേഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്. ഇത് തെറ്റാണ്. ഇസ്ലാം പൊറുക്കാത്ത മഹാപാപമാണ്. ശഫാഅത്തിന് വേണ്ടി നാളെ പരലോകത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണമേ എന്ന് ഒരൊറ്റ വ്യക്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു മുസ്ലിമിന് പാടില്ല. കാരണം ശഫാഅത്തിന്റെ മുഴുവൻ അധികാരങ്ങളും നിലകൊള്ളുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. അതുകൊണ്ട് വേറൊരു വ്യക്തിയോടും അത് ചോദിച്ചുകൂടാ, വേറൊരാളെയും അതിന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ. അത് ഇസ്ലാമിന്റെ കാതലായ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. അതുകൊണ്ടാണ് തൗഹീദിനെ സംബന്ധിച്ചുള്ള ഈ സമഗ്രമായ വിശകലനത്തിനിടയിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുഴുവൻ പ്രവാചകന്മാർക്കും നാളെ പരലോകത്ത് ശഫാഅത്തുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഈ ശുപാർശ, അല്ലെങ്കിൽ എന്താണ് ഈ ശഫാഅത്ത്? ചില ആളുകൾ പറയുന്നു പരലോകത്ത് ആരും ശുപാർശ ചെയ്യുകയേയില്ല. തെറ്റാണ് ആ വാദം. വേറെ ചില ആളുകൾ പറയുന്നു എല്ലാവരും നമ്മെ രക്ഷപ്പെടുത്താനുണ്ടാകും, അതുകൊണ്ട് എന്ത് തന്നെ ചെയ്താലും ഏതെങ്കിലും ചില മഹാന്മാരുടെ കെയർ ഓഫിൽ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാനൊക്കും. ആ വാദവും തെറ്റാണ്. തീരെ ശഫാഅത്താർക്കുമില്ല എന്ന വാദവും, എന്തു ചെയ്താലും നമ്മെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടാകും എന്ന വാദവും തെറ്റാണ്. ആ രണ്ട് വാദത്തിന്റെയും മധ്യേയാണ് ശരി നിലകൊള്ളുന്നത്. പരിശുദ്ധ ഖുർആനിൽ അഥവാ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം അംഗീകരിക്കുന്ന ശുപാർശയുണ്ട്, ഇസ്ലാം അംഗീകരിക്കാത്ത ശുപാർശയുണ്ട്, തീരെ ഇല്ലെന്ന് നിഷേധിച്ച ശുപാർശയും ഉണ്ട്. എല്ലാം വേർതിരിച്ചുകൊണ്ടെന്ന് അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ വിഷയത്തിലുള്ള ധാരണകൾ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ, ഹദീസുകളിൽ ശുപാർശയെ പറ്റിയുള്ള പരാമർശങ്ങളിൽ ഒന്ന് ഖുർആൻ നിഷേധിക്കുന്ന ഒരു തരം ശുപാർശയുണ്ട്. അങ്ങനത്തെ ഒരു ശുപാർശയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളൊരു ശുപാർശയില്ല. അതേതാണ്? ബഹുദൈവ വിശ്വാസികളായി ജീവിച്ച ആളുകൾക്ക്, ശിർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക്, അതുപോലെ തന്നെ സത്യനിഷേധികളായ കാഫിറുകളായ ആളുകൾക്ക് ഒരാളുടെ ശുപാർശയും ഒരു നിലക്കും പ്രയോജനം ചെയ്യുകയില്ല. ഖുർആൻ ശക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള നിഷേധിക്കപ്പെട്ട ശുപാർശയാണ്. അത് അല്ലാഹു തആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് അൽ-ബഖറയിലെ 48-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വത്തഖൂ, ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, അന്ന് ഒരൊറ്റ ശരീരത്തിനും മറ്റൊരു ശരീരത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരാളിൽ നിന്നും ഒരു റെക്കമെൻഡും സ്വീകരിക്കപ്പെടുന്നതുമല്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, എന്തെങ്കിലും പകരമായിട്ട് തെണ്ടം നൽകിക്കൊണ്ട്, പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് രക്ഷപ്പെടാമെന്നും വിചാരിക്കേണ്ടതില്ല. വലാ ഹും യുൻസറൂൻ, ഒരു നിലക്കും അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. ഇത് അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? അവർക്കൊരു ശുപാർശയും ഫലം ചെയ്യുകയില്ല എന്നവിടെ അല്ലാഹു പറഞ്ഞു. വേറൊരായത്തിലുള്ള പറയുന്നു, സൂറത്തുൽ മുദ്ദസിറിലെ 48-ാമത്തെ ആയത്ത് തന്നെ, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ശുപാർശ ചെയ്യുന്നവരുടെ ഒരു ശുപാർശയും ഈ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. അതും ഉദ്ദേശിക്കുന്നത് കാഫിറുകളും മുശ്രിക്കുകളുമാണ്. മാ ലിൽളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാൾ, അക്രമം പ്രവർത്തിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക്, ശിർക്കും കുഫറിലുമായി കൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് ഒരു ഉച്ചചങ്ങാരിയെയോ അനുസരിക്കപ്പെടാവുന്ന ഒരു ശുപാർശകനെയോ അവിടെ കണ്ടെത്താൻ സാധ്യമല്ല. സൂറത്ത് ഗാഫിറിലെ 18-ാമത്തെ വചനമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്ന തരത്തിലുള്ള ശുപാർശ കാഫിറും മുശ്രിക്കുമായി കൊണ്ടുവിടുന്ന മരിച്ചുപോയ ആളുകൾക്ക്, അവർക്ക് വേണ്ടി ഒരാളും അവിടെ ഒരു ശുപാർശ പറയുകയുമില്ല, പറഞ്ഞാലൊട്ട് സ്വീകരിക്കുന്ന പ്രശ്നവുമില്ല. അപ്പൊ പരലോകത്തേക്ക് എത്തിയതിന്റെ ശേഷം ഏതെങ്കിലും നിലക്ക് ആരുടെയെങ്കിലും ശുപാർശ കിട്ടണമെങ്കിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടണം. അല്ലാത്തവർക്ക് ആഖിറത്തിൽ ഒരു ശുപാർശയും ഫലം ചെയ്യുകയില്ല. അതാണല്ലോ പറഞ്ഞത്, ഈ നിലക്കുള്ള ശുപാർശ അവിടെ മോഹിക്കുകയേ ചെയ്യേണ്ടതില്ല. അതവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ അംഗീകരിക്കുന്ന ശുപാർശയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സാധാരണയായി
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ പരത്താറുണ്ട്. ഒന്ന്, ഇവർ ശുപാർശയൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ്. മുത്തുനബി പരലോകത്ത് ശുപാർശ ചെയ്യും എന്നുള്ള വിശ്വാസം ഇവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ധാരണ തിരുത്തണം. എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പരലോകത്ത് നടക്കാനിരിക്കുന്ന മഹത്തായ ഒരു ശുപാർശയുണ്ട്, ഖുർആൻ അംഗീകരിച്ച ശുപാർശ. അതിന്റെ പേരാണ് ശഫാഅത്തുൽ ഉലമാ. ഏറ്റവും വലിയ ഒരു ശുപാർശ റെക്കമെൻഡ് നടക്കാനുണ്ട് പരലോകത്ത്. അതിനെ സംബന്ധിച്ച് സുദീർഘമായി ഹദീസുകളിൽ തന്നെ പരാമർശം വന്നിട്ടുണ്ട്. എന്താണ് അതിൽ വന്നിട്ടുള്ള പരാമർശം? എല്ലാ ജനങ്ങളും വിചാരണയ്ക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ചൂടിൽ വിയർപ്പൊലിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അവിടെ എത്രയോ കൊല്ലങ്ങളായി നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ദിവസത്തെപ്പറ്റി നമുക്ക് ഭാവനയിൽ കാണാൻ പോലും കഴിയില്ല. അത്രമാത്രം സുദീർഘമായ ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ആഴ്ചകൾ, മാസങ്ങൾ അവിടെ കണക്കാക്കാൻ പറ്റില്ല. അത്രയധികം പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവസത്തിൽ ആളുകളെല്ലാം കൂടി പ്രവാചകന്മാരെ സമീപിക്കുകയാണ്. പ്രവാചകന്മാരോട് പറയുകയാണ്. ഒന്നാമതായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇവർ അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് അള്ളാഹുവിനോടൊന്ന് പറയണം. കാരണം നേർക്കുനേരെ കാണുന്ന ആളുകളോട് നിങ്ങളൊന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് നമുക്ക് ഈ ലോകത്തും പറയാം, പരലോകത്തും പറയാം. ജീവിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്റെ കാര്യത്തിലൊന്ന് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം എന്ന് ഈ ലോകത്ത് വെച്ചും പറയാം, പരലോകത്ത് വെച്ചും പറയാം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സർവ്വജനങ്ങളും ആദം നബിയോട് ആദ്യം പറയുകയാണ്. കാരണം ആദ്യത്തെ പ്രവാചകനാണല്ലോ. അദ്ദേഹത്തോട് പോയിട്ട് അപേക്ഷിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ നിൽക്കുന്ന കഷ്ടപ്പാട് താങ്കൾ അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ കാണുന്നുണ്ടല്ലോ, അങ്ങ് അള്ളാഹുവിനോടൊന്ന് പറയണം, ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി, ഈ നൃത്തത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നല്ല പ്രശ്നം, ആ നൃത്തം അത്രമാത്രം ശിക്ഷയാണ്. അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി, ഒന്ന് വിചാരണക്കെടുക്കുന്നു തിരിക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് പറയണം, ഒന്ന് അപേക്ഷ പറയണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈമലർത്തും, എന്നെ കൊണ്ടാവില്ല മക്കളെ, എന്റെ കാര്യം തന്നെ എന്റെ റബ്ബ് എന്താണ് തീരുമാനമെടുക്കുക എന്ന് ഓർത്തുകൊണ്ട് വിറച്ചു നിൽക്കുകയാണ് ഞാൻ റബ്ബിനോട് പറയില്ല, എനിക്കതിന് ധൈര്യമില്ല. നിങ്ങൾ നൂഹ് നബിയെ സമീപിച്ചു നോക്കൂ. ജനങ്ങളെല്ലാം നൂഹ് നബിയുടെ അടുത്തേക്ക്. നൂഹ് നബിയുടെ ഭാഗത്തു നിന്നും നിസ്സഹായത മുറ്റി നിൽക്കുന്ന മറുപടി, സാധ്യമല്ല. ചുരുക്കി പറയുകയാണ്, ഇബ്രാഹിം നബിയെ സമീപിച്ചു നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു നിൽക്കുകയാണ്. സാധ്യമല്ല, ഞാൻ എന്റെ റബ്ബിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല. സമീപിച്ചു നോക്കൂ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. മൂസാ നബിയുടെ ഭാഗത്തു നിന്നും ഇതേ മറുപടി തന്നെയാണ്. എന്റെ പ്രശ്നം എന്താണ് റബ്ബ് തീരുമാനിക്കുക എന്നറിയാതെ ബേജാറിലാണ് ഞാൻ. എനിക്കർഹതയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഈസാ നബിയെ സമീപിക്കുകയാണ് ജനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മുൻ പ്രവാചകന്മാരിൽ നിന്ന് കിട്ടിയ മറുപടിക്ക് അപ്പുറമൊന്നും അദ്ദേഹത്തിനും പറയാനില്ല. അവസാനം എത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിലേക്കാണ്. റസൂലുള്ളാഹി എന്താ പറയുന്നത്? ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ഞങ്ങളെ കാര്യം ശരിയാക്കി തരാ എന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. അള്ളാഹുവിന്റെ അടുത്തേക്ക് അവന്റെ അർശിന്റെ മുമ്പിൽ പോയി പടച്ചതമ്പുരാന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലം സുജൂദിൽ കിടക്കുകയാണ്. ആവശ്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പറയാൻ ധൈര്യമില്ല. കാരണം എന്താ? റബ്ബ് അനുവാദം കൊടുക്കണം, നീ എന്തെങ്കിലും സംസാരിച്ചോ, അപ്പോഴേ റസൂലുള്ള പറയൂ. അതുവരെ അവിടെ എത്ര വലിയ ഏറ്റവും വലിയ ആളാണെങ്കിലും പടച്ചതമ്പുരാന്റെ അനുവാദമില്ലാതെ ഒരക്ഷരം റബ്ബിന്റെ മുമ്പിൽ ഉരിയാടാൻ ഒരാൾക്കും അനുവാദമില്ല. അതല്ലേ സഹോദരന്മാരെ, നിങ്ങളൊക്കെ പഠിച്ചില്ലേ അന്നത്തെ ദിവസം ആ ദിവസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല നിശേര സ്വരത്തിൽ തന്നെ പറഞ്ഞുവെന്ന്, ഒരാളും അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ അന്ന് സംസാരിക്കുവാൻ ധൈര്യപ്പെടില്ല. യൗമഇദിൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ എന്ന് അല്ലാഹു തആല സൂറത്തുൻ നബയിൽ പറഞ്ഞില്ലേ? അന്നത്തെ ദിവസം റബ്ബിന്റെ അനുവാദം അങ്ങ് കിട്ടാതെ
ഒരക്ഷരം റബ്ബിനോട് പറയാൻ ഒരൊറ്റ വ്യക്തിക്കും അവിടെ അനുവാദമില്ല, സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കിടക്കുകയാണ്. ആ രംഗത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനങ്ങനെ റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് ഫഅഖഉ സാജിദൻ ലിറബ്ബി, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാനങ്ങ് സുജൂദിൽ വീഴും. സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ വയുൽഹിമുനി മിൻ മഹാമിദിഹി വഹുസ്നി സനാഇ അലൈഹി, ആ സുജൂദിൽ ഞാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ എന്റെ റബ്ബിനെ സ്തുതിക്കേണ്ടത് എന്ന് എനിക്ക് എന്റെ റബ്ബങ്ങ് തോന്നിച്ചു തരും. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ദുആയും ചൊല്ലിക്കൊണ്ട് ആ ദിക്റും ചൊല്ലിക്കൊണ്ട് ഞാൻ സുജൂദിൽ തന്നെ കിടക്കും. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും സുജൂദിൽ കിടന്നാൽ സുമ്മ ഖാല, പിന്നീട് അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫഅ ഫഅർഫഉ റഅസി. അന്നേരം എന്റെ റബ്ബനോട് പറയും, മുഹമ്മദേ തല ഉയർത്തിക്കോ, തല ഉയർത്തിക്കോ എന്ന് പറയുമ്പോഴും റസൂലുള്ളാഹിക്ക് ചോദിക്കാൻ ധൈര്യമില്ല. റബ്ബ് പിന്നെയും അനുവാദം കൊടുക്കണം. ഉടനേതാ റബ്ബിന്റെ അടുത്ത മറുപടി, സൽ മുഹമ്മദേ ചോദിച്ചോ, തൊഴുത്താ നിനക്ക് തരാം, ഇശ്ഫഅ നീ റെക്കമെന്റ് പറഞ്ഞോ, തുശഫഅ നിന്റെ റെക്കമെന്റ് സ്വീകരിക്കപ്പെടും. ഇപ്പോൾ ഫഅർഫഉ റഅസി, അന്നേരമാണ് ഞാൻ സുജൂദിൽ നിന്ന് എന്റെ തലയൊന്ന് പൊക്കാൻ ധൈര്യപ്പെടുന്നത്. ആ കൽപ്പന എന്ന് കിട്ടുമ്പോൾ റസൂലുള്ളാഹി അങ്ങ് തലപൊക്കും. എന്നിട്ട് റസൂലുള്ള എന്താ റബ്ബിനോട് പറയുന്നത്, ഫഖൂലു, എന്നിട്ട് ഞാൻ പറയും, യാ റബ്ബി വഅത്തനി ശഫാഅ, റബ്ബേ നീ എനിക്കൊരു ശുപാർശക്ക് ഒരു അനുവാദം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫശഫിഇഹി ഫീ ഖൽഖിക, നിന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ എന്റെ ഈ അപേക്ഷ നീ ഒന്ന് അംഗീകരിക്കണം, ഒന്ന് സ്വീകരിക്കണം. എന്താണ് എനിക്ക് പറയാനുള്ളതെന്നോ, ഫഖ്ളി ബൈനഹും, റബ്ബേ ഇവർക്കിടയിൽ നീ ഒരു തീരുമാനമെടുക്കാനൊന്ന് വിചാരണക്കെടുക്കണേ. അതാണ് ഏറ്റവും വലിയ റെക്കമെൻഡ്. ആ ഭയാനകമായ നൃത്തത്തിൽ നിന്ന് 2000 അടുത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിചാരണക്ക് തുടക്കം കുറിക്കാനുള്ള അപേക്ഷ. ഫയഖൂലു, അന്നേരം റബ്ബ് പറയുന്നു, നിന്റെ ശുപാർശ സ്വീകരിച്ചിരിക്കുന്നു, ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നു, വിചാരണക്കായി വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅർജിഉ ഫഅഖിഫു മഅന്നാസ്, അന്നേരം ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ട് ജനങ്ങളോടൊപ്പം എന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും കാത്തു നിൽക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരലോകത്ത് നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ശുപാർശ. ആ സ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ വേണ്ടി റബ്ബ് നമ്മളോട് പറഞ്ഞു. ആരെങ്കിലും ബാങ്കൊലി മുഴക്കുന്നത് കേട്ടാൽ ബാങ്കൊലി മുഴക്കുന്നവൻ പറയുന്ന അതേപോലെ തന്നെ പറയുകയും ബാങ്കൊലി മുഴക്കി കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകാൻ സാധ്യതയുണ്ട്. സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെ പറയണം. കഴിഞ്ഞ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം ആര് കേൾക്കുന്നവൻ, എന്നിട്ട് ഈ ദുആയും ചൊല്ലണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. അത് പറയുന്നവർക്ക് പ്രത്യേകം പുണ്യം അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നു, ആത്തി പഴച്ചവനെ നീ നൽകണം മുഹമ്മദ് നബിക്ക് അൽ വസീലത്ത, വസീലത്ത് എന്ന പദവി നീ കൊടുക്കണേ. റസൂലുള്ള പറഞ്ഞാണ്, എനിക്ക് വസീലത്ത് എന്ന പദവി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എന്താണ് വസീലത്ത്? വസീലത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഫിർദൗസിലെ ഒരു സ്ഥാനമാണ്. അതെനിക്ക് കിട്ടാനായി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്തഹു, റസൂലുള്ള പറഞ്ഞാൽ കേൾക്കുമെന്ന് അനുവാദം കൊടുത്തിട്ടുള്ള ഒരു കാര്യം അല്ലാഹു തആല അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനം നീ അദ്ദേഹത്തിന് കൊടുക്കണേ. അതാണ് അവിടെ ആർക്കും സംസാരിക്കാൻ അവകാശമില്ലാത്ത ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന പ്രത്യേകമായ സ്ഥാനമാണ് അല്ലാഹുവിനോടൊന്ന് പറയാനുള്ള അനുവാദം. ആ അനുവാദത്തിന്റെ പേരിൽ അല്ലാഹു തആല പ്രവാചകനെ ബഹുമാനിച്ചുകൊണ്ട് ജനങ്ങളെയെല്ലാം എന്ത് ചെയ്യുന്നു? വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ശുപാർശ. ഈ ശുപാർശയിൽ എല്ലാവർക്കും കിട്ടും കാര്യം. കാഫിറായാലും മുശ്രിക്കായാലും എല്ലാവരും വിചാരണയ്ക്ക് എടുക്കാൻ പോവുകയാണ്. എന്നാൽ പ്രത്യേകമായി ഒരു ശുപാർശ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതെന്താ? ഇങ്ങനെയൊക്കെയായി ആളുകളെ വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കൊരു വിഭാഗവും നരകത്തിലേക്കൊരു വിഭാഗവുമായി തിരിക്കപ്പെട്ടതിന്റെ ശേഷം ഇനി അവിടെ റസൂലുള്ള ഒരു ശുപാർശ നടത്തുന്നു.
എന്താണ് ആ ശുപാർശ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഞാൻ വീണ്ടും എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ പോയി കിടക്കും. ഫൈദാ റഅയ്തുഹു വഖഅതു സാജിദൻ ഫയദൗനി മാ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലങ്ങൾ എത്രയും ഞാൻ റബ്ബിന്റെ മുമ്പിൽ പിന്നെയും സുജൂദിൽ പോയി കിടക്കുകയാണ്. ഫയഖാലു, അന്നേരവും എന്നോട് പറയപ്പെടും, യാ മുഹമ്മദേ, ഇർഫഅ, തല ഉയർത്തിക്കോ, ഖുൽ യുസ്മനി, പറഞ്ഞോ കേൾക്കാം, സൽ, നീ ചോദിച്ചോ തൊഴുത്താൻ നിനക്ക് തരാം, ഇശ്ഫഅ, നീ റെക്കമെന്റ് പറഞ്ഞോ, തുശഫഅ, നിന്റെ റെക്കമെന്റ് സ്വീകരിക്കപ്പെടും. ഫഅർഫഉ റഅസി, അന്നേരം ഞാൻ എന്റെ തലയങ്ങ് പൊക്കും. എന്നിട്ട് എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനകൾ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ എന്റെ റബ്ബിനോടൊന്ന് പിന്നെയും അവൻ പഠിപ്പിച്ചു തരുന്ന രൂപത്തിലുള്ള ദുആകളും ദിക്റുകളും പറയുമ്പോൾ അല്ലാഹു തആല ഫയഹുദ്ദു ലീ ഹദ്ദാ, അല്ലാഹ് എനിക്ക് എന്ത് ചെയ്യുമെന്നോ, നരകത്തിൽ ഒരു പ്രത്യേകമായ സ്ഥാനം അങ്ങ് എനിക്ക് അടയാളപ്പെടുത്തി തരും, ഒരു അതിർത്തി നിർണയിച്ചു തരും. നരകത്തിൽ ഒരു ഹദ് നിശ്ചയിച്ചു തരും. എന്താണ് ആ ഹദ്? ഒരു പരിധിയിലുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബ് പറയും, ഫൗഖ്രിജുഹും മിനൻ നാരി, അന്നേരം ആ പരിധിയിലുള്ള ആളുകളെ ഞാൻ നരകത്തിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് വഉദ്ഖിലുഹുമുൽ ജന്നാ, ഞാൻ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതാണ് റസൂൽ നടത്തുന്ന രണ്ടാമത്തെ ശുപാർശ. പാപം ചെയ്തുകൊണ്ട് മരിച്ചുപോയിട്ടുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ, അവരാണെങ്കിൽ ശിർക്ക് ചെയ്തിട്ടുമില്ല, ശിർക്കൊരിക്കലും അവർ ചെയ്തിട്ടില്ല, എന്നാൽ അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ നരകത്തിലാണ്. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി റെക്കമെന്റ് പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അതിർത്തി നിശ്ചയിച്ചു കൊടുക്കും. ആ അതിർത്തിയിലുള്ള ആളുകളെ എല്ലാം നരകത്തിയിൽ നിന്ന് പുറത്തെടുത്ത് അവരെ മാത്രം സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്ന കാഴ്ചയുണ്ടാകും. എന്നിട്ടും ഞാൻ എന്റെ ആഗ്രഹം അവസാനിപ്പിക്കില്ല, ഞാൻ പിന്നെയും സുമ്മാഊദു, പിന്നെയും ഞാൻ മടങ്ങി ചെന്നിട്ട് സുജൂദിൽ കിടക്കും. അങ്ങനെ എത്രയോ കാലം ഞാൻ കിടന്നിട്ട് പ്രാർത്ഥിക്കും. അന്നേരവും എന്റെ റബ്ബിനോട് അനുവാദം തരും, നീ ചോദിച്ചോ എന്ന് പറയുമ്പോ ഞാൻ പിന്നെയും എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ പിന്നെയും എനിക്ക് എന്റെ റബ്ബ് നരകത്തിൽ ഒരു അതിർത്തി നിശ്ചയിച്ചു തരും. അതിലുള്ള ആളുകളെയും നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇങ്ങനെ 2-3 തവണ ആവർത്തിക്കുമ്പോൾ അവസാനം ഞാൻ എന്റെ റബ്ബിനോട് പറയും, യാ റബ്ബി മാ ബഖിയ ഫിന്നാരി ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ ഔ വജബ അലൈഹിൽ ഖുലൂദ്. പടച്ചവനെ, ഇനി നരകത്തിൽ ഖുർആനിൽ ആരെയൊക്കെ അവർ കാലാകാലം നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരിക്കലും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ആരെപ്പറ്റി നീ പറഞ്ഞിട്ടുണ്ടോ, അവരല്ലാത്ത എല്ലാ ആളുകളും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുവോളം ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാണ് നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ ശുപാർശ? നരകത്തിലുള്ള ആളുകൾ സ്വർഗത്തിലേക്കാക്കപ്പെടുന്ന ഒരു ശുപാർശ. ഈ ശുപാർശയിൽ അമ്പിയാക്കൾ പങ്കെടുക്കുന്നുണ്ട്, മലായികത്തുകൾ പങ്കെടുക്കുന്നുണ്ട്, നല്ലവരായ വ്യക്തിത്വങ്ങളൊക്കെ ഈ ശുപാർശയിൽ പങ്കെടുക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളാളാന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയതല്ല. അതാണ് പരലോകത്തെ ശുപാർശയും ഈ ലോകത്തെ ശുപാർശയും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ഇത് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കാം. അതെന്താ? ആഖിറത്തിലെ ശുപാർശയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഈ ലോകത്ത് ഞാൻ എന്റെ കെയർ ഓഫിൽ ഒരാളെ എന്റെ നേതാവിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇയാൾ നമ്മളാളാണ്, ഇയാൾക്ക് ഇന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് പരിഗണിക്കണം ജോലിയിൽ, അല്ലെങ്കിൽ ഇയാളെ ശിക്ഷയിൽ നിന്നൊന്ന് ഇളവ് ചെയ്യണം എന്ന് ആരുടെ മുമ്പിലാണ് ഞാൻ ശുപാർശ പറയുന്നതെങ്കിൽ അയാളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ എന്റെ കക്ഷിയെ പരിചയപ്പെടുത്തി കൊടുത്താലേ അയാൾക്ക് മനസ്സിലാവൂ. എന്നാൽ റബ്ബിന്റെ കോടതിയിൽ അതിന്റെ പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഈ റെക്കമെന്റ് പറയാൻ പോകുന്ന ഞാനും ആർക്ക് വേണ്ടിയാണോ ഞാൻ റെക്കമെന്റ് പറയുന്നതെങ്കിൽ അമ്മനുഷ്യനെയും അവരെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ എല്ലാ മനസ്സിലുള്ള വികാരങ്ങളെയും അവരറിയുന്നതിന്റെ മുമ്പേ കൃത്യമായി അറിഞ്ഞിട്ടുള്ള റബ്ബാണ് അവിടെ വിചാരണക്കിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തുന്ന പ്രശ്നമില്ല. വേറൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കല്ലേ റെക്കമെന്റിന് നമ്മുടെ സാധാരണ ഭൗതിക ലോകത്ത് പരിപാടി. അവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നും തന്നെ ഒഴിവായി പോകില്ല എന്ന് നമുക്കറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനാടിയേക്കാൾ റബ്ബടുത്തവനാണ്. എല്ലാവരുടെ പ്രശ്നങ്ങളും അവരെക്കാൾ നന്നായി അറിയുന്നവനാണ്. ത്രികാല വിജ്ഞാന വ്യത്യാസമില്ലാതെ, ഭാവിയെന്നോ ഭൂതമെന്നോ വർത്തമാനമെന്നോ വ്യത്യാസമില്ലാതെ
എല്ലാം കണിശമായി അറിയാവുന്ന ഒരു രാജാതിരാജനായ വിധികർത്താവാണ് അവിടെയുള്ളത്. അവന്റെ മുമ്പിൽ ആരെ കൊണ്ടുപോയി പരിചയപ്പെടുത്താനാ? അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് നടക്കുന്ന ശുപാർശയും ആഖിറത്തിലെ ശുപാർശയും തമ്മിൽ, രണ്ട് ലോകവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടോ അത്ര തന്നെ വ്യത്യാസം ഈ ശുപാർശയുടെ കാര്യത്തിലുമുണ്ട്. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അവര് മനസ്സിലാക്കി ഈ ലോകത്തുള്ള ശുപാർശ പോലെ തന്നെ പരലോകത്ത് ചിലതൊക്കെ നടക്കും. അള്ളാഹിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞാൽ അള്ള തള്ളൂല. അള്ളാഹ്ക്ക് അവരോട് വെറുപ്പാണെങ്കിലും പടച്ചോനേരായാലും പടച്ചോന് ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞാൽ തട്ടൂല. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയാൽ ഇവരിലൊക്കെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുത്താനുണ്ടാകുമെന്ന അബദ്ധമായ ധാരണയാണ് ജനങ്ങൾക്ക് പിഴവായി സംഭവിച്ചത്. അതാണ് അവരുടെ തൗഹീദിന് വിള്ളലേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിങ്ങൾ ഈ വിഷയം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശ എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബിന്റെ മുമ്പിൽ ഒരാളെയും പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. പിന്നെന്താ അവിടുത്തെ ശുപാർശന്റെ പ്രത്യേകത? അവിടുത്തെ ശുപാർശന്റെ പ്രത്യേകത ഒന്നാമതായി അല്ലാഹു തആല രണ്ട് നിബന്ധനകളാ പറയുന്നത് അവിടുത്തെ ശുപാർശയ്ക്ക്. ഒന്ന്, ആരാണ് ശുപാർശ ചെയ്യുന്നതെങ്കിൽ ആ ശുപാർശക്കാരന് റബ്ബിന്റെ അനുവാദം കിട്ടണം. നീ ശുപാർശ പറഞ്ഞോ എന്നല്ല പറയണം. നീ ഇവിടെ വെച്ച് ആർക്കെങ്കിലും വേണ്ടി റെക്കമെൻഡ് പറഞ്ഞോ എന്ന് പറഞ്ഞോളൂ എന്നുള്ള അനുവാദം അങ്ങ് കിട്ടണം. എന്നാലേ അയാൾ സംസാരിക്കാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ അവിടെ മിണ്ടാൻ അർഹതയില്ല. കാരണം അവിടെ ഒരൊറ്റ ശബ്ദങ്ങളും കേൾക്കുന്നില്ല. ലോകത്ത് എത്ര വലിയ ഒച്ചയുണ്ടാക്കിയ നേതാക്കന്മാരും രാജാക്കന്മാരും ഭരണാധികാരികളും എല്ലാ ധിക്കാരികളും പോക്കിരികളും ഒക്കെ നിൽക്കുന്ന സദസ്സാണെങ്കിലും ഒരു ചൂളം വിളിക്കാൻ ഇവിടെ ധൈര്യമില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അല്ല പറഞ്ഞു, അന്നത്തെ ദിവസം എല്ലാ ശബ്ദങ്ങളും വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി, പരമകാരുണികന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. പതുങ്ങിയിരിക്കുന്നു. വലാ തസ്മഉ ഇല്ലാ ഹംസാ. ഇക്കാലികൾ അങ്ങനെ ചലിക്കുന്ന ഒരൽപ്പം നേരിയ ഒരനക്കത്തിന്റെ സൗണ്ടല്ലാതെ നിനക്കവിടെ കേൾക്കാൻ കഴിയില്ല. അത്രമാത്രം മിണ്ടാൻ അർഹതയില്ലാത്ത ആ ലോകമാണത്. അവിടെ അള്ള പറയണം, മനുഷ്യ, അല്ലെങ്കിൽ എന്റെ ഇന്ന വ്യക്തിയെ നിങ്ങൾ ശുപാർശ പറഞ്ഞോളൂ എന്ന് റബ്ബങ്ങ് അനുവാദം കൊടുക്കണം. അനുവാദം കൊടുക്കാതെ അവിടെ ഒരാൾക്ക് മിണ്ടാൻ ധൈര്യമില്ല. അതല്ലേ നിങ്ങൾക്കൊക്കെ പരിചയമില്ലേ, നമുക്കൊക്കെ പരിചയമുള്ളവരായത്തില്ലേ ആയത്തിൽ കുർസിയ്. അതിലെന്താ റബ്ബ് പറഞ്ഞത്? അള്ളാഹിനെ പരിചയപ്പെടുത്തി തൗഹീദ് പഠിപ്പിക്കുകയാണ് ആയത്തിലൂടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ ഉറക്കമവൻ, എല്ലാവരുടെയും ആരാധ്യനാണവൻ. എന്താണ് അവൻ? ജീവിച്ചിരിക്കുന്നവനാണ് എന്നൊന്നും. ഉറക്കമില്ല അവന്, മയക്കമില്ല അവന്. എന്നിട്ടെന്താ റബ്ബ് പറഞ്ഞത്? ആകാശഭൂമികളിലുള്ളത് മുഴുക്കെ അവന്റേതാണ്. എന്നിട്ടാണല്ലോ പറഞ്ഞത്, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ ഇതിന് അനുവാദം കിട്ടിയാലല്ലാതെ അവന്റെ അടുക്കൽ റെക്കമെൻഡ് പറയാൻ ആരുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം ഒരു സംശയം തീർത്തതല്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് റബ്ബ് ചോദിച്ചതല്ല. ആരും ഇല്ല എന്ന കഴിവുകേട് മനുഷ്യരെ പഠിപ്പിച്ചതാണത്. എന്നിട്ടല്ല പറഞ്ഞു, ശുപാർശ പറയുന്ന ആൾക്കാർ തന്നെ എന്റെ മുമ്പിൽ ഒരാളെയും പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് വാദമില്ല. അല്ല പറയാണ്, നിങ്ങളാരും ആരെയും എന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എന്തെന്നോ കാരണം യഅലമു, അവൻ അറിയുന്നുണ്ട്, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഏതൊരു മനുഷ്യരായിരുന്നാലും അവരുടെ ഭാവിയും ഭൂതവും വർത്തമാനവുമെല്ലാം, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എന്ന് പറഞ്ഞാൽ ഇനി അവരുടെ വരാനിരിക്കുന്ന ജീവിതവും അവരുടെ കഴിഞ്ഞുപോയ ജീവിതത്തെപ്പറ്റിയും ഒരാളും എന്റെ മുമ്പിൽ പരിചയപ്പെടുത്തണ്ട. എനിക്കത് വ്യക്തമായി തന്നെ അറിയാം. എന്റെ അറിവ് ഒരാൾക്കും കിട്ടിയിട്ടില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അല്ലാഹു ഉദ്ദേശിച്ചല്ലാത്ത ഒരറിവും ഒരു പടപ്പിനും നമുക്ക് വിട്ടുകൊടുത്തിട്ടുമില്ല. ഇതൊക്കെ അല്ലാഹു തആല അവനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ഒന്നാമത്തെ ഷർത്ത്, ആർക്ക് വേണ്ടി ആരാണ് ശുപാർശ പറയുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അല്ലാഹു വാദം കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, അള്ളാഹിനോട് പോയി പടച്ചോനെ വരുന്നാണ് വിചാരണക്കെടുക്ക്, നേരിട്ട് പോയി ആദ്യം പറയാൻ ധൈര്യമില്ല. സുജൂദ് കിടക്കുകയാണ്. സുജൂദ് കിടന്നിട്ട് എത്ര കൊല്ലം കിടക്കണം അള്ളയെ തീരുമാനിക്കുന്നത്. എന്നിട്ട് അള്ള പറയുന്നു, മുഹമ്മദേ തല ഉയർത്തിക്കോ, ചോദിച്ചോ തരാം. അപ്പോഴേ ചോദിക്കാൻ ധൈര്യമുള്ളൂ. അതാണ് ശുപാർശയുടെ രൂപം. ഇനി അതിന്റെ രണ്ടാമത്തെ രൂപം നോക്കിക്കോ. എന്താ അത്? അള്ള പറഞ്ഞ രണ്ടാമത്തെ ഷർത്ത്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നതെങ്കിൽ അവനെക്കുറിച്ചും അള്ള തൃപ്തിപ്പെട്ടവനായിരിക്കുകയും വേണം. അവന്റെ അടുക്കൽ റെക്കമെൻഡ് പറയാൻ ആരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ റെക്കമെൻഡ് പറയാൻ ആരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആൾക്കാർ തന്നെ എന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് വാദമില്ല. അല്ല പറയാണ്, നിങ്ങളാരും ആരെയും എന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എന്തെന്നോ കാരണം യഅലമു, അവൻ അറിയുന്നുണ്ട്,
എനിക്ക് വേണ്ടി അവിടെ ആരെങ്കിലും ശുപാർശ പറയണമെങ്കിൽ ആദ്യം അള്ള പറയണം, നീ അവന് വേണ്ടി ശുപാർശ പറഞ്ഞോ, അവന് വേണ്ടി നീ ശുപാർശ എന്നോട് പറഞ്ഞോന്ന് അള്ള ഈ ശുപാർശക്കാരനോട് പറയണം. അപ്പൊ അള്ളാഹ്ക്ക് പൊരുത്തുള്ള ഓരോ കാര്യത്തിലെ ശുപാർശക്കാരും എന്ത് ചെയ്യുകയുള്ളൂ, ശുപാർശ ചെയ്യുകയുള്ളൂ. അതാണ് അള്ള പറഞ്ഞത്, വളരെ സംതൃപ്തമായി റബ്ബിന്റെ അടുക്കൽ എത്തിയവന് വേണ്ടിയല്ലാതെ ഇവരാരും ശുപാർശ ചെയ്യുന്നതുമല്ല. അപ്പൊ അള്ള ഇഷ്ടപ്പെട്ടവർക്കായിരിക്കും ഈ ശുപാർശക്കാര് എന്ന് പറയുക, ശുപാർശ പറയുക. അപ്പൊ അള്ള അറിയാത്ത ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നല്ല. പടച്ചോനെ ആ നരകത്തിലുണ്ടൊരു ടീം കിടക്കുന്നു, അവരിന്റെ ആൾക്കാരായിരുന്നു എന്ന് റസൂൽ പോയിട്ട് പറയല്ല. അള്ള തീരുമാനിച്ചു കൊടുക്കണം, മുഹമ്മദേ നരകത്തിലുള്ള അക്കാണുന്ന പരിധിയിലുള്ള ആൾക്കാരൊക്കെ പുറത്തു കൊടുത്തോ, എന്നിട്ട് സ്വർഗത്തിലാക്കിക്കോ എന്ന് അല്ലാഹു തആല അനുവാദം കൊടുക്കണം. അപ്പൊ രണ്ട് നിബന്ധനയായി. ഒന്ന്, ശുപാർശ പറയണമെങ്കിൽ സംസാരിക്കാനുള്ള അനുവാദം റബ്ബി ശുപാർശക്കാരൻ ആദ്യം കൊടുക്കണം. നീ ശുപാർശ പറഞ്ഞോ എന്ന് പറയണം. അത് ഈ ലോകത്തില്ല. ഈ ലോകത്തേക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ കലക്ടറുടെ അടുത്തേക്കോ ഒരാളൊക്കെ നമ്മൾ റെക്കമെൻഡ് ഇട്ട് പോവുകയാണ്. അപ്പൊ കലക്ടർ നമ്മളോട് പറയാ നീ ശുപാർശ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാറില്ല. നമ്മളോട് ആരും പറയില്ല നീ ശുപാർശ പറഞ്ഞോ എന്ന് പറയാറില്ല. ആ നിബന്ധന ഈ ലോകത്തില്ല. അപ്പൊ ഈ ലോകത്തെ ശുപാർശയും പരലോകത്തെ ശുപാർശയും തമ്മിൽ അവിടെ പൊളിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം നോക്ക്, അള്ള പറഞ്ഞതെന്താ? ഞാൻ ഇഷ്ടപ്പെട്ടവർക്ക്, ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാനും അർഹതയുള്ളൂ. അതും ഈ ലോകത്തില്ല. ഈ കലക്ടറോ മുഖ്യമന്ത്രിയോ ആരും പറയാറില്ല എന്ത് ഇന്നാൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കെങ്കിലും ശുപാർശ പറയാറുണ്ടോ? ഈ മുഖ്യമന്ത്രിക്കും മറ്റുള്ള ആയാക്കന്മാർക്കൊന്നും ഒരു വിവരമല്ലാത്തൊരു ചങ്ങാതിനെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഇയാൾ നമ്മളെ പാർട്ടിയിലാളാ. പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മനുഷ്യനാണ്. പക്ഷെ ഒരാളെ കൊന്നുപോയി, അതുകൊണ്ടൊന്ന് വിളിച്ചു പറയണം പോലീസ് സ്റ്റേഷനിലേക്ക് രക്ഷപ്പെടാൻ. ഇതല്ലേ പോയിട്ട് പറയുന്നത്? ഇയാൾക്ക് പരിചയമല്ല. അതാണ് ഈ ലോകത്തെ ശുപാർശയും പരലോകത്തെ ശുപാർശയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാന്റെ മുമ്പിൽ ഇത് രണ്ടും വില പോകുന്നില്ല. അള്ളാഹ് അനുവാദം കൊടുക്കുന്നവരെ സംസാരിക്കുന്നുള്ളൂ. ആർക്കാണ്, ആരുടെ പേരിലാണ് അനുവാദം കൊടുത്തതെങ്കിൽ അവരുടെ കാര്യത്തിൽ മാത്രമേ പ്രവാചകന്മാർ സംസാരിക്കുകയുമുള്ളൂ. അതും അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. സൂറത്തുൻ നജ്മിലെ 26-ാമത്തെ ആയത്ത്. ആകാശങ്ങളിൽ ഒരൊറ്റ മലക്കുകളും, എത്രയെത്ര മലക്കുകളുണ്ട്, പക്ഷേ അവരുടെയൊന്നും ശുപാർശ പ്രയോജനപ്പെടുകയില്ല അല്ലാഹ് അവർക്ക് അനുവാദം കൊടുത്തതിന് ശേഷമല്ലാതെ. അത് തന്നെയും ആർക്കാണ് ശുപാർശ? ലിമൻ യശാഉ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക്, വയർള, അല്ലാഹ് തൃപ്തിപ്പെടുന്നവർക്കും. അപ്പൊ അള്ളാന്റെ തൃപ്തി കിട്ടാതെ അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കും ശുപാർശക്കാരെന്ത് പറയുകയില്ല, ശുപാർശ പറയുകയില്ല. ഈ രണ്ട് നിബന്ധനയും പരിശുദ്ധ ഖുർആനിൽ നിങ്ങളങ്ങ് പരിശോധിച്ചു നോക്കിയാൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരേ സന്ദർഭത്തിലായി തന്നെ ഈ രണ്ട് നിബന്ധനകളെയും ഈ ആയത്തുകളെല്ലാം കോർത്തിണക്കി പറഞ്ഞതായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, പിന്നെന്തിനായി പരിപാടി? പിന്നെന്തിനായി പരിപാടി? അള്ളാഹ് അനുവാദം കൊടുത്തിട്ട് വേണം താനും. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ മാത്രമേ ഇതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുള്ളൂ. പിന്നെ അള്ളാഹ് തന്നെ ആദ്യം രക്ഷപ്പെടുത്തിയപ്പോ ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം എന്തിനാ? ഒരു കാര്യമില്ലാത്തൊരു പരിപാടി. അപ്പൊ ഈ പരലോകത്തെ ശുപാർശ, അതിലുള്ള കാര്യം എന്താണെന്നറിയോ? അതിലുള്ള കാര്യം അവിടെ ആരുടെയും വാക്കുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നില്ല. ആരെങ്കിലും പറഞ്ഞു പരിചയപ്പെടുത്തി മസ്കെടുത്തിട്ട് രക്ഷപ്പെടുത്തിയതുമല്ല. അതൊക്കെ അള്ളാഹ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ രക്ഷപ്പെടണം, രക്ഷപ്പെടുന്നതാണ്. പിന്നെന്തിനാ ഇവർക്ക് അനുവാദം കൊടുത്തത്? അതാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുള്ള മഹാന്മാരായ ആളുകളെ ആ സദസ്സിൽ ആദരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഒരാൾക്കും സംസാരിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു മഹാസമ്മേളനം മിണ്ടിപ്പോകരുതെന്നാണ് ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റിന്റെ തീരുമാനമെങ്കിലോ. എന്നിട്ട് അള്ളാഹ് പറയുകയാണ് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് സംസാരിച്ചോ, നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജനകോടികളുടെ മുമ്പിൽ ആ നേതാവിന് കിട്ടുന്ന സ്ഥാനമാണത്. അതാണ് മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅസ, അള്ളാഹ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്തുത്യർഹമായ സ്ഥാനം. അള്ളാഹു ആദരിക്കുന്ന മഹാന്മാര്, മലക്കുകൾ, പ്രവാചകന്മാര്, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ഇവർക്കൊക്കെ ഇതേപോലെയുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയുണ്ടായി, അപ്പോ അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്കല്ലേ ശുപാർശ കിട്ടുള്ളൂ നബിയെ? അതെ. അപ്പൊ ആരാണ് നബിയെ അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകൾ?
ശുപാർശക്ക് അർഹരാകുന്ന നല്ലവരായ ആളുകൾ ആരായിരിക്കും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹിയുടെ മറുപടി സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് ചോദിക്കുന്നത്, മൻ അസ്അലുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നബിയെ അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന വിഭാഗന്മാരാണ് നബിയെ. കാലാന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്അലുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് ആര് പറഞ്ഞുവോ അവന് മാത്രമേ അവിടെ ശുപാർശക്കാരുടെ ശുപാർശ കൊണ്ട് എന്തെങ്കിലും ഫലം കിട്ടുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്ന് പ്രവാചകൻ വ്യക്തമായി തന്നെ പറഞ്ഞു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല, ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി എന്ന ഒരു ഷർത്ത് കൂടി റസൂലുള്ളാഹി വെച്ചിട്ടുണ്ട്. എന്താ ഇതിനർത്ഥം? മനസ്സിൽ തട്ടിപ്പറയണം. അല്ലാതെ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാരന്റെ സഹോദരന്മാരെ ലോകത്ത് ഇസ്ലാമിനെ പറ്റി ഒരു ബോധവുമില്ലാതെ, ദീനിനെപ്പറ്റി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ വണ്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന പോട്ടർമാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാറുണ്ട്. അതേപോലെ തന്നെ നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ ഒന്നും ചെയ്യാത്ത, ഒരു കാര്യത്തിലും ഒരു ബന്ധവുമില്ലാത്ത ഭിക്ഷപാത്രവുമായി നടക്കുന്ന ആളുകൾ ഇങ്ങനെ ഭിക്ഷപാത്രത്തിൽ ഇങ്ങനെ നാണയത്തൊട്ടിട്ട് കിലുക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. താരാട്ട് പാടുന്ന ഉമ്മമാര് കുട്ടികളെ ഉറക്കും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിനൊന്നും കൂലിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ പറയുന്നവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, അങ്ങനെ തന്നെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനാണ് എന്റെ ശുപാർശ കിട്ടുന്നത്. റസൂലുള്ളാഹി വിശദമായി തന്നെ വേറൊരു ഹദീസിൽ പറഞ്ഞു, എന്റെ ശുപാർശയില്ലേ, ആ ശുപാർശ ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ കണ്ട് ആരാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോയതെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ പറയാൻ എന്റെ റബ്ബ് എനിക്ക് അനുവാദം നൽകുകയുള്ളൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ പിന്നെ ഇത് കിട്ടാൻ ആരോടാണ് ഇനി തേടേണ്ടത്? ആരോടാണ് ഇനി തേടേണ്ടത്? ആവറേജ് ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കും, ഇനി ഇത് ശുപാർശക്കാരോട് തേടിയിട്ട് കാര്യമല്ല. കാരണം എന്താ? ഏറ്റവും വലിയ ശുപാർശകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ശുപാർശ പറയണമെങ്കിൽ അല്ലാഹു അനുവാദം കൊടുക്കണം. പറഞ്ഞ മുഹമ്മദേ എന്ന് പറയണം. അത് തന്നെ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് നബി വ്യക്തമായി പറഞ്ഞു, ഫയഹുദ്ദുലി ഹദ്ദാ, എനിക്കല്ലാഹു നരകത്തിലെ ഒരു ഏരിയ നിശ്ചയിച്ചു തരും. ആ ഏരിയക്കുള്ളിൽ നിന്നേ പുറത്താക്കാൻ എനിക്ക് അർഹതയുള്ളൂ. ആ ഏരിയയിലുള്ളത് ആരാണ് പടച്ചോന് പരിചയപ്പെടുത്തണോ? വേണ്ട. ആ ഏരിയയിൽ അവർ കിടക്കുന്നതിന് മുമ്പേ പടച്ചോനതറിയാം ആരാ ഏരിയയിലുള്ളത്. അവരെ പറ്റി അള്ളാഹ് തൃപ്തിപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് അവരെ പുറത്തെടുക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരാളെ പരിചയപ്പെടുത്തലോ ഒരാൾ പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടോ അയാൾ പറഞ്ഞതല്ലേ ഇനി ഞാനെങ്ങനെ കേൾക്കാതിരിക്കുക എന്ന നിലക്കോ അവിടെ ഒരു ശുപാർശയും നടക്കുകയില്ല. എങ്കിൽ ഇത് ആരോട് ചോദിക്കണം? റബ്ബിനോട് മാത്രമേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഈ മുഴുവൻ ശഫാഅത്തിന്റെയും ഭയങ്കരമായ ആ ലോകത്ത് മുഴുവൻ ശഫാഅത്തിന്റെയും കേന്ദ്രം നിലക്കൊള്ളുന്നത് റബ്ബിന്റെ കയ്യിലാണെന്ന് റബ്ബ് ഒറ്റയടിക്കം ഒരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീആ. അല്ലാഹു നബിയെ പറഞ്ഞോളൂ, ലില്ലാഹി അല്ലാഹുവിന്റെ മാത്രമാണ് അശ്ശഫാഅത്തു ജമീആ, മുഴുവൻ ശുപാർശകളും റബ്ബിൽ കേന്ദ്രീകൃതമാണ്. അവനനുവാദം കൊടുക്കണം, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അപ്പൊ അപേക്ഷ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് കൊടുക്കണം. പടച്ചോനെ, നാളെ റസൂലുള്ള ശുപാർശ പറയുമ്പോൾ ആ ശുപാർശക്കാരുടെ കൂട്ടത്തിൽ നീയാണല്ലോ ആർക്കൊക്കെ ശുപാർശ പറയണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനിക്കപ്പെടുന്ന പാപികളുടെ കൂട്ടത്തിൽ പാപിയായ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് റബ്ബിനോടാണ് സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഈ പറയുന്നത്. റബ്ബിനോടെ പ്രാർത്ഥിച്ചുകൂടൂ. ഇന്നതല്ല ചെയ്യുന്നത്. റസൂലുള്ളാഹിനെ ഇവിടെ നിന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അശ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖൻ വാഹിലനാ ഇൻലാആയാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലൂദിലെ വരിയാണ് കേട്ടത്. എന്താ പറയുന്നത്? അശ്ഫാഅത ഹബ്ലനാ,
നബിയേ, ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, പ്രവാചകന്മാരുടെ നേതാവേ, അശ്ശഫാഅത ഹബ്ലനാ, ഞങ്ങൾക്കങ്ങുന്ന ഓശാരമായിട്ടൊന്ന് റെക്കമെൻഡ് തരണം. ഫിൽ ഖിയാമത്തി, അന്ത്യനാളിൽ മുശ്ഫിഖ, എല്ലാവരും ഉത്കണ്ഠാകുലരായി ബേജാറോടുകൂടി നിൽക്കുന്ന അവസരത്തിൽ നബിയേ, അങ്ങ് ഞങ്ങൾക്കൊന്ന് ശുപാർശ പറയണം നബിയേ. വാഹിലനാ ഇംദായ, അങ്ങയുടെ ശുപാർശ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കാര്യം എത്ര കഷ്ടമാണ്. സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവേ, ജനങ്ങളിൽ പ്രവാചകന്മാരിൽ ഉത്തമരായവരെ, അങ്ങൊന്നൊന്ന് ശുപാർശ പറയണം എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ തൗഹീദിന് വിരുദ്ധമാണ്. ശഫാഅത്ത് റസൂലുള്ളാഹിക്കുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടായിട്ടല്ല, റസൂലുള്ള ശുപാർശ പറയുകയില്ല എന്ന വാദവും നമുക്കുണ്ടായത് കൊണ്ടല്ല. ആർക്ക് വേണ്ടിയും അവിടെ ആരും ശുപാർശ പറയില്ലെന്ന വാദവും നമുക്കില്ല. പക്ഷേ ഈ നിബന്ധനകൾക്ക് വിധേയമായി എവിടെ ശുപാർശയുണ്ടെങ്കിലും ആ ശുപാർശക്ക് അനുവാദം കൊടുക്കേണ്ടത് റബ്ബാണ്. അതുകൊണ്ട് റബ്ബിനോടല്ലാതെ അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല, അത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മഴയുടെയും അതേപോലെ തന്നെ കാറ്റിന്റെയും ഒക്കെ ഉത്തരവാദിത്വം ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണത്. പക്ഷേ മീകായിലെ ഞങ്ങൾക്ക് വരൾച്ചയാണ്, മഴ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം മീകായിലിന് ഡ്യൂട്ടി അല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ റബ്ബ് അനുവാദം കൊടുക്കുമ്പോഴേ അക്കാര്യം മീകായിൽ ചെയ്യൂ. അതുകൊണ്ട് അപേക്ഷ കൊടുക്കേണ്ടത് കേന്ദ്രത്തിലേക്കാണ്. അവിടുന്ന് പാസ്സായാലേ ഇവിടെ നടക്കൂ. അതുകൊണ്ട് കേന്ദ്രത്തോടെ പറയാവൂ, റബ്ബിനോട് മാത്രമേ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാവൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്, തൗഹീദിന്റെ വിരുദ്ധമാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അവ പ്രീതിപ്പെടുത്തേണ്ടത് അള്ളാനെയാണ്, അള്ളാന്റെ അടുത്താണ് ഓർഡർ പാസ്സാകേണ്ടത്. അതിന് റസൂലുള്ള നിശ്ചയിച്ചിരുന്നിട്ടുണ്ട് അള്ളാനെ പ്രീതിപ്പെടുത്തേണ്ട മാർഗങ്ങൾ എന്താ. ആ മാർഗങ്ങളൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചിട്ട്, എന്നാലും സാധുക്കളായ പാപികളായ നമുക്കൊക്കെ നരകത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ച കാലം കഴിഞ്ഞാലെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പഴുത് കിട്ടണമെങ്കിൽ ഇതൊരു വേള ഉപയോഗപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് റസൂൽ പറഞ്ഞതും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, എങ്കിൽ എനിക്ക് ചില ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ റബ്ബ് അനുവാദം തരുമ്പോ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് പെടണമെങ്കിൽ റബ്ബിനോട് ചോദിച്ചോളൂ, റബ്ബ് പറഞ്ഞതുപോലെ ജീവിച്ചോളൂ. അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു പോയാൽ വഹിയനായിലത്തുൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ ഭാഗ്യം കിട്ടിയേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഈ ആൾക്കാർ ധാരണ അതൊന്നുമല്ല. ആൾക്കാർ വിചാരിക്കണെന്താ, ആളുകൾ വിചാരിക്കണത് പടച്ചോന്റെ അടുത്തുനിന്ന് ഇങ്ങനെ എന്റെ കാര്യമാണ് പറഞ്ഞാൽ തട്ടാത്ത ചില ആൾക്കാർ അള്ളാഹ്ക്കുണ്ട് എന്നാണ്. അവരെ പറ്റി അള്ളാഹ്ക്ക് പേരില്ലാന്നുള്ളതൊന്നും അവർ പറയില്ല. പക്ഷേ ഏതുപോലെ ദുന്യാവിലെ ഉദാഹരണങ്ങളാ ജനങ്ങളോട് പറയാറുള്ളത്. ജനങ്ങളോട് പറയും, ജനങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമകൻ പുതിയാപ്പിള കയറി വരികയാണ്. ആ പുതിയാപ്പിളന്റെ കൂടെ നമുക്ക് താല്പര്യമില്ലാത്ത 2 or 3 ചെറുപ്പക്കാര് കയറി വന്നാലും ഈ പുതിയാപ്പിളനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഈ ചെറുപ്പക്കാരോട് വെറുപ്പ് കാണിക്കാറുണ്ടോ? പുതിയാപ്പിളനെ സൽക്കരിച്ചിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ചേരിട്ട് കൊടുക്കില്ലേ? പുതിയാപ്പിളക്ക് അപ്പ കൊടുക്കുന്ന ജ്യൂസ് പോലെ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് ഇവർക്കും കൊടുക്കില്ലേ? മറിച്ച് ഇവര് നമ്മുടെ വീട്ടിലേക്ക് ഒറ്റക്കാണ് വന്ന് കോളിംഗ് ബെൽ അടിച്ചതെങ്കിൽ നമ്മൾ വാതിൽ തുറക്കാറില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയല്ലേ കയറി വന്നത് എന്ന നിലയ്ക്ക് നമുക്ക് വെറുപ്പുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ സ്വീകരിച്ചിരുത്താറില്ലേ? ഇതേപോലെയാണ് അത്രേ പരലോകത്ത് അല്ലാഹുവിന് ഇഷ്ടമുള്ള അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെ നമ്മളത്രയൊന്നും സാധുക്കളായ പാപികളായ കഴിവ് പറഞ്ഞ് നമ്മളും അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഈ അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അങ്ങ് ചെല്ലുമ്പോ നമ്മളെയും റബ്ബ് പരിഗണിക്കാതിരിക്കില്ല എന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് ഈ എല്ലാ അബദ്ധങ്ങളും പറഞ്ഞു വരുത്തുന്നത്. ഇതവിടെ നടക്കില്ല സഹോദരന്മാരെ. അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഈ നേതാക്കൾ പോലും ശുപാർശ പറയില്ലെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രീതിപ്പെടുത്തേണ്ടത് റബ്ബിനെയാണ്. ഇനി ആർക്കെങ്കിലും വേണ്ടിയൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാലോ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയും
അള്ളാഹിനോട് റെക്കമെൻഡ് പറഞ്ഞാൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിൽ ആ ശുപാർശ പോലും റബ്ബങ്ങോട്ട് തിരിച്ചു മടക്കപ്പെടും എന്നല്ലേ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചത്. ദുനിയാവിൽ വരെ നടന്നിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകനല്ലേ, അവ്വലു റുസുലായിട്ട് എണ്ണുന്ന പ്രവാചകനല്ലേ നൂഹ് നബി. 950 കൊല്ലമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പാടുപെട്ടത്. ആ പ്രവാചകൻ വരെ റബ്ബിനോട് റെക്കമെൻഡ് പറഞ്ഞു നോക്കിയില്ലേ, യാ റബ്ബി ഇന്നബിനി മിൻ അഹ്ലി, റബ്ബേ എന്റെ മോനെ നീ എന്ന് രക്ഷപ്പെടുത്തണമെന്ന് റബ്ബിനോടൊന്ന് ശുപാർശ പറഞ്ഞു നോക്കി. ദുനിയാവിൽ നിന്ന് പറഞ്ഞു നോക്കി, പടച്ചോനെ എന്റെ മോനെ എന്ന് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബി തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. പക്ഷേ ആർക്ക് വേണ്ടിയാണോ അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞതെങ്കിൽ ആ വ്യക്തി അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തവനായിരുന്നു എന്നുള്ളത് കൊണ്ട് റബ്ബ് ആ ശുപാർശ അങ്ങ് മടക്കി. എന്താ റബ്ബ് പറഞ്ഞത്? നൂഹേ, അറിവില്ലാത്ത കാര്യം നീ എന്നോട് മേലാൽ സംസാരിച്ചു പോകരുത്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ശരിക്കുള്ള മോനല്ല നൂഹേ, നിന്റെ ആദർശത്തിന്റെ മോനല്ല അവൻ. അവന്റെ രക്തം ഒരുപക്ഷേ നിന്റെ രക്തത്തിന്റെ ഭാഗമായേക്കും, പക്ഷേ ആദർശത്തിന് അവൻ വില കൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൻ നിന്റെ മോനല്ല. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഒരക്ഷരം ഇനി മേലാൽ നീ സംസാരിച്ചു പോകരുത് എന്ന താക്കീതാണ് വന്നത്. ഉണ്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ പറഞ്ഞിട്ടും കാര്യമല്ല, ആർക്ക് വേണ്ടി പറയണം നമ്മൾ തീരുമാനിക്കണം. അള്ളാഹ് ഇഷ്ടമല്ലാത്തവന്റെ കാര്യത്തിൽ ഏത് വലിയ നേതാവ് റബ്ബിനോട് റെക്കമെൻഡ് പറഞ്ഞാലും സ്വീകരിക്കപ്പെടൂല. നോക്കിക്കോ, ചരിത്രത്തിൽ തന്നെ വേറൊരു ഭാഗം ഖുർആനാണ് അതിന് സാക്ഷി. ഖുർആൻ എന്ന് പറയുന്നു, മുശ്രിക്കീങ്ങളുടെ അത്ര തന്നെ ഇസ്ലാമിന് ശല്യമുണ്ടാക്കിയ വേറൊരു വിഭാഗമുണ്ടായിരുന്നു മദീനയിലെ മുനാഫിക്കീങ്ങൾ. കടുത്ത നിഫാഖ് വെച്ച് പുലർത്തിക്കൊണ്ട് ഇസ്ലാമിക സൊസൈറ്റിയിൽ വിള്ളലും തരംഗവും ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച ഒരു ടീമുണ്ടായിരുന്നു മുനാഫിക്കീങ്ങൾ. ആ മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അല്ലാഹ് പറയുന്നു, മുഹമ്മദേ പ്രാർത്ഥിച്ചുകൂടാ. ഇനി പ്രാർത്ഥിച്ചുകൂടാ എന്ന് മാത്രമല്ല, നീ പറഞ്ഞിട്ടും കാര്യമില്ല എന്നോട്. അവരെ പറ്റി നീ എന്നോട് റെക്കമെൻഡ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സമമാണ്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു തആല അവിടെ സൂചിപ്പിക്കുകയാണ്, നബിയേ സവാഉൻ അലൈഹിം, നീ സമമാണ്. അസ്തഗ്ഫർത ലഹും, നീ അവർക്ക് വേണ്ടി എന്നോട് പുറത്തു തരണേ റബ്ബേ എന്നോട് റെക്കമെൻഡ് പറഞ്ഞാലും സമമാണ്. അം ലം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും, നീ അവരോട് നീ അവർക്ക് വേണ്ടി പൊറുക്കലിന് ചോദിച്ചില്ലെങ്കിലും ചോദിച്ചാലും സമമാണ്. എന്താ കാരണം? ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതേ അല്ല. അവരുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം മോശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ അവരുടെ കാര്യത്തിൽ നീ എന്നോട് ശുപാർശ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഖുർആൻ ഒരിടത്ത് പറഞ്ഞു, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 തവണ നീ അവർക്ക് വേണ്ടി എന്നോട് റെക്കമെൻഡ് പറഞ്ഞാലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ള ആശിച്ചു പോയി എന്നാണ്. 70 അല്ലേ പറഞ്ഞുള്ളൂ, 71ാമത്തെ തവണയെങ്കിലും ഞാനൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഫലമില്ല. അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലോകത്തിലെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള വരെ പറയുന്ന റെക്കമെൻഡ് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയായി എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോയി. പറയാൻ വരെ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ ലോകത്തുനിന്നുള്ള വരെ അവസ്ഥ. ആഖിറത്തിലെത്തിയാലോ യാതൊരു വ്യത്യാസമല്ല, ആരും രക്ഷപ്പെടില്ല. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ബാപ്പയെ വളരെ നികൃഷ്ടമായ ഒരു ജന്തുവിന്റെ രൂപത്തിലാക്കിക്കൊണ്ട് കയ്യും കാലും കൂട്ടിപ്പിടിച്ച് നരകത്തിലേക്ക് എറിയുന്നത്. ഹദീസിൽ കാണാം നമുക്ക് ആ രംഗം. അപ്പൊ സഹോദരന്മാരെ, ഒരാൾക്കും ഒരാളെയും അവിടെ ഈ റെക്കമെൻഡ് പറയുന്ന വ്യക്തി എത്ര വലിയ നേതാവായിട്ടും പ്രയോജനമില്ല. ഈ പറഞ്ഞ 2 നിബന്ധനകളും ഒക്കണം, അല്ലെങ്കിൽ അത് നടക്കില്ല. അതാണിവിടെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുള്ള മാലകളിലൊക്കെ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. എന്നെ പിടിച്ചോളി, പേടിക്കണ്ട, ഞങ്ങൾക്ക് കാവലുണ്ട്. അത് മൊഹീദ്ദീൻ ശൈഖ് പറയും പോലെ
ശരിയായ ഖുർആനോ ഹദീസോ അനുസരിച്ച് ജീവിച്ചോല കാര്യത്തിലാണ് ആ പറഞ്ഞതെന്ന് പറയാൻ വകുപ്പുണ്ടോ? ഇല്ല. അടുത്ത വരി എന്താ പറയുന്നതെന്നോ? എന്റെ മുരീദുകൾ നരകത്തില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അപ്പൊ എന്താ പറഞ്ഞത്? അവരെന്ത് ചെയ്താലും പ്രശ്നമില്ല, ഞാൻ നല്ലവനാണെന്ന് കെയർ ഓഫിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഇതവിടെ നടക്കില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രക്തത്തിൽ പറഞ്ഞ പൊന്നോമന പുത്രി ഫാത്തിമയെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ. ബാപ്പയാണ് പ്രവാചകനാണെന്ന നിലക്ക് മോളെ നിന്നെ രക്ഷപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള കർമ്മങ്ങൾ എന്താണെങ്കിൽ ദുന്യാവിൽ വെച്ച് മോളെ നീ തന്നെ ചെയ്തു കൊള്ളണം. എല്ലാ കുടുംബങ്ങളെയും വിളിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. ഞങ്ങളുടെ കുടുംബത്തിലെ ആളാണ് മുഹമ്മദ് നബി എന്നുള്ളത് കൊണ്ട് പരലോകത്തേക്ക് ഒന്നും ചെയ്യാതെ അങ്ങ് വരണ്ട. എല്ലാ കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടും റസൂലുള്ള ഇതേ വാക്യം തന്നെ പറഞ്ഞു, അൻഖിദൂ അൻഫുസകും മിനന്നാർ. നിങ്ങളൊക്കെയും നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിച്ചോളൂ. ഫഇന്നീ ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ. ഒന്നും പണിയെടുക്കാതെ അങ്ങ് വന്നാൽ നബി കുടുംബമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ചെയ്തോളണം, പ്രവർത്തിച്ചോളണം. എന്നിട്ട് വല്ല ദോഷങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹു തആല റെക്കമെൻഡുകാരുടെ റെക്കമെൻഡിൽ അല്ലാഹു ഉൾപ്പെടുത്തും. റെക്കമെൻഡുകാർക്ക് അതുകൊണ്ടുള്ളത് എന്താ? അവർക്ക് സ്ഥാനം നൽകലായി. നമ്മൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച കാലം കഴിഞ്ഞാൽ രക്ഷയുമായി. ഇതിന് ചോദിക്കേണ്ടത്, അതിനുള്ള അനുവാദം രണ്ടു കൂട്ടർക്കും ആരെ തൃപ്തിപ്പെടുന്നുവോ, ആർക്ക് അനുവാദം കൊടുക്കുന്നുവോ ആ കേന്ദ്രത്തോട് മാത്രമേ പറയാവൂ, വേറെ ആരോടും പറയാൻ പാടില്ല. ഇതാണ് ശഫാഅത്തും തൗഹീദുമായിട്ടുള്ള ബന്ധം. ഇതിനെതിരെ ആരോട് നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ പറയണേ, ഞങ്ങൾ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാവും. അത് മൗലൂദ് പറഞ്ഞാലും തെറ്റാണ്, റസൂലുള്ളാഹിനോട് പറഞ്ഞാലും തെറ്റാണ്, മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാലും തെറ്റാണ്, ബദരീങ്ങളോട് പറഞ്ഞാലും തെറ്റാണ്. ചൂട് പേരുത്ത തറമ്മൽ ഞാൻ നിൽക്കുന്നാൾ ചൊക്കർ മുഹീദ്ദീൻ കാവലിലേക്കല്ലാ. മുഹീദ്ദീൻ ശൈഖിന്റെ കാവല് പഠിത്തവനേജു കൊണ്ടാളാണ്. ആരോടാ പറയുന്നത്? അള്ളാഹിനോട് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കാവല്. മുഹീദ്ദീൻ ശൈഖിനോട് കൂടിയല്ല പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുടെ നിന്ന് കാവല് മേടിച്ചായിരുന്നൊന്നുമല്ല, തല തിരിഞ്ഞു. എന്നിട്ടാ പറയണത് മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ അള്ളാഹ് മേടിച്ചു തരണം. അതാണ് മാലയിൽ അവകാശപ്പെടുന്നത്. ചൂട് പെരുത്ത തറമ്മൽ ഞാൻ നിൽക്കുന്നാൾ ചൊക്കർ മുഹീദ്ദീൻ കാവലില്ലേകല്ല. അരിമ പെരുത്ത സിറാത്തിൽ കിടക്കുന്നാൾ അരുവർ മുഹീദ്ദീൻ കാവലില്ലേകല്ല. സിറാത്ത് പാലം കിടക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ എനിക്ക് കിട്ടണേ അല്ലാഹ്. വിധിശൈഖ വലിയ ആള്, അക്കാവൽ എനിക്ക് മേടിച്ചു തരണേ. അപ്പൊ ഇടയിൽ റെക്കമെൻഡ് പാരാടുത്തുണ്ട് അള്ളാഹ്. ആരോടാ പറയണ്ട്? വിധി ശൈഖിനോട്. ഇതാണ് മാലയിലുള്ള ഇരവ്. ഇത് ഇരവാകുന്നു എന്ന് പറഞ്ഞിട്ട് മാലയിൽ കാണാം, ഇത് ഇരവാകുന്നു. ആരോടാ ഇരവ്? അള്ളാഹിനോടാ ഇരവ്. ആർക്ക് വേണ്ടിയാ? മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് സഹായം കിട്ടാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ആളുകൾ വിചാരിച്ചു പോയി. ഈ ലോകത്തെ ശുപാർശയാണ് മനസ്സിലാക്കി. കാരണം അങ്ങനെയാണ് പണ്ടേ ഉദാഹരണം പറയല്. ഇവിടെ തന്നെ തവസ്സുലിന് എന്താ ഉദാഹരണം പറയല്? നേർക്ക് നേരെ ട്രാൻസ്ഫോമർ എന്ന് ബൾബിൽ കണക്ഷൻ കൊടുത്താൽ ബൾബാണ് വീസാവില്ലേ? അപ്പൊ അതിനിടയിൽ സ്വിച്ച് ബോർഡ് വേണ്ടേ? ഔലിയാക്കന്മാരാകുന്ന സ്വിച്ച് ബോർഡിലൂടെ അള്ളയാകുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് സാധുക്കളും ബാധികളുമായ ബൾബ് ട്യൂബ് ലൈറ്റുകളാകുന്ന നമ്മളിലേക്ക് പ്രകാശം വരണം. ഇങ്ങനെ പറയാറുള്ളത്. അപ്പൊ ആൾക്കാർ നേരിൽ ഇവർ പറയുന്നിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട്, ഇതിനേതായാലും വഹാബികൾക്ക് ഉത്തരം ഉണ്ടാവില്ല. എങ്ങനെ പറയാ? അതന്നെ ആഖിറത്തിന്റെ ശുപാർശനെ പറ്റിയും സാധുക്കളുടെ ധാരണ ഏതാണ്? ആഖിറത്തിൽ ശഫായത്തിന്റെ ശുപാർശന്റെ, മുസ്തനബി ശുപാർശന്റെ പറഞ്ഞാൽ അത് കൊല്ലത്തിലൊരു മൗലൂദാണ് കഴിച്ചാൽ മതി, നബി അവിടെ റെഡിയാ. ഇപ്പൊ നിസ്കരിക്കില്ലെങ്കിലും നോമ്പോൽക്കില്ലെങ്കിലും കൊല്ലത്തിൽ മുടങ്ങാതെ റബീലവൽ 12 ആയാല് എന്റെ പേരിൽ നല്ലോണം ചോറും പോത്തർച്ചയും വെച്ച് കൊടുക്കാറുണ്ട്. പടച്ചോനെ പോലെ നരകത്തിൽ നിന്നാണ് വിട്ടേക്കുന്ന നബിയാണ് പറയുന്ന വിചാരം. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു ആണ്ടാണ് കഴിച്ചാല്, ബദരീങ്ങളുടെ പേരിൽ മാസം 17 10 പോത്താണ്ട് അറുത്താല് അവിടെ രക്ഷപ്പെടും എന്ന വിചാരം. ആ വിചാരം നടക്കില്ല. അങ്ങനെ ഒരു ശുപാർശ ആഖിറത്തിൽ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരൊക്കെ അവിടെ ശുപാർശ പറയുന്നുവോ എല്ലാവരുടെ ശുപാർശക്കും നമ്മൾ അർഹരാകണമെങ്കിൽ അള്ളാഹുവാണ് എല്ലാവർക്കും അനുവാദം കൊടുക്കേണ്ടവൻ. അള്ളാഹുടെ പൊരുത്തം കിട്ടിയവർക്കേ ശുപാർശക്കാർ ശുപാർശയും പറയുകയുള്ളൂ. അതുകൊണ്ട് റബ്ബേ, അത്തരത്തിൽ നീ നൽകുന്ന ആ അനുവാദം നൽകുന്ന ആളുകളിൽ, അനുവാദം നൽകപ്പെടുന്ന ആളുകളിൽ
സാധുക്കളായി ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നബിയേ നിങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞൂടാ. ബദരീങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞൂടാ. മുഹീദ്ദീൻ ശൈഖേ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞൂടാ. ശുഹദാക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞൂടാ. മറിച്ച് അള്ളാഹുവോട് പറയാം, അള്ളാഹുവേ നിന്റെ പ്രവാചകന്മാര്, ശുഹദാക്കള്, സാലിഹീങ്ങള്, സിദ്ദീഖീങ്ങളൊക്കെ ചിലർക്കൊക്കെ വേണ്ടി നീ അനുവാദം കൊടുക്കുമ്പോൾ ശുപാർശ പറയുമല്ലോ. അങ്ങനെ നീ അതിർത്തി നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ ആ ടീമിലെങ്കിലും റബ്ബേ നീ ഞങ്ങളെയും ചേർക്കണേ. കാലാകാലവും നരകത്തിൽ കിടക്കുന്ന ആ ഭയങ്കരമായ ആ അവസ്ഥയിൽ തരം താഴ്ത്തപ്പെടുന്നവരില്ലെന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഇവരെ വിളിച്ചുകൊണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അത് തൗഹീദിന്റെ വിരുദ്ധമാണ്, അത് ശിർക്കായി മാറും എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്ന് എന്താണ് ശഫാഅത്ത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുക. അതേ രൂപത്തിൽ തന്നെ വിശ്വാസങ്ങൾ നാം ക്രമീകരിക്കുക. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ലഭിക്കാവുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് മുവഹ്ഹിദുകളായി തന്നെ മരിച്ചു പോകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തനായ തമ്പുരാൻ മുവഹ്ഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി തന്നെ ജീവിച്ചു മരിച്ചു പോകുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.